ഈ വീഡിയോ കണ്ട് കുറ്റം പറയുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മളല്ലേ വിഡ്ഢികൾ. കാരണം ഇവൻ ഈ വീഡിയോ ചെയ്ത് ഇവൻ റീച്ച് കൂട്ടുകയും ഇപ്പം ഞാനതിൽ കണ്ട ഇതനുസരിച്ച് 34K ആളുകൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത് അവനാണ്, അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണ്. നമ്മളവനെ വാതോരാണ്ട് കമൻറ്റ് ബോക്സിൽ തെറി പറയുകയും അവനെ പെരുക്കേൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ട് അവൻ എന്തെങ്കിലും പോകാനുണ്ടോ? അവനാണ് ശരിക്കും പറഞ്ഞ ബുദ്ധിയുള്ളൊരു വ്യക്തി. വേറൊരു തരത്തിലുള്ള വീഡിയോ ചെയ്ത് പണമുണ്ടാക്കാൻ അവന് സാധിക്കില്ല. അപ്പോൾ അവൻ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ കാണുകയും അതിനെതിരെ കമൻ്റ് ഇടാൻ വേണ്ടി അത് നോക്കുകയും കാണുകയും ചെയ്യുന്ന നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ അവനേക്കാളും വിവരമില്ലാത്തവൻ. കാരണം നമ്മൾ ഓരോരുത്തരും ഇത് കാണുമ്പോൾ അവന് അവിടെ നിന്ന് കിട്ടാവുന്ന പൈസ മാക്സിമം അവൻ്റെ അക്കൗണ്ടിലേക്ക് വരും. നമ്മളത് കാണാനിരിക്കുന്നു അവനറിയാം. കാരണം ഒരു വ്യക്തി എന്ത് ചെയ്താലും അതിനെ കമൻറ്റ് ബോക്സിൽ കൂടി പയറ്റി തെളിയിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അത് ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ശരിക്കും വിവരമുള്ളൊരു പയ്യനാണ് അവൻ. അവൻ പക്ഷെ ആർക്കൊരു ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല. കാരണം അവൻ ഏതെങ്കിലും ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നില്ല. അവൻ അത് ചെളിയിൽ കിടന്നുരുളുന്നു, അവൻ കുറേ പുല്ല് തിന്നുന്നു, അതൊക്കെ തുപ്പിക്കളയുന്നു. അതിനുശേഷം കുളിച്ച് വൃത്തിയായി ജീൻസും പാൻറ്റിട്ട് അവൻ്റെ പണിക്ക് പോകുന്നു. ഇവിടെ പല വ്ളോഗർമാരും പണത്തിന് വേണ്ടി ജനങ്ങളെ പറ്റിക്കുന്നവരാണ്. ഓരോ ഐറ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. തീരെ ക്വാളിറ്റി ഇല്ലെങ്കിലും ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയും ഇതിപ്പോൾ കണ്ടോ അതോ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് നമ്മളതിൻ്റെ പിന്നാലെ പോയി പണം ചിലവാക്കുകയും അതിനുശേഷം കമൻറ്റ് ബോക്സിൽ അവൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, തെറ്റാണ് ശരിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിമർശിക്കും. ശിവനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ നമ്മൾ എന്തായാലും പുല്ല് തിന്നാനോ ചെളിയിൽ ഉരുളാനോ പോവില്ല. അവനറിയാം ഇതൊക്കെ. കുറേ ബ്ലോഗർമാരുടെ ഒരു ശൈലിയാണ് ഹോട്ടലിൽ കയറി കുറേ ഭക്ഷണം വാരി വലിച്ച് തിന്ന് അത് അടിപൊളിയാണ്, ഇന്ന സ്പോട്ടാണെന്നൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുക. വായിൽ വെക്കാൻ കൊള്ളാത്ത ഭക്ഷണമായാലും അവർ വായ തന്നു, എത്ര ടേസ്റ്റി, ഇത് ലോകത്തിൽ ഇതുവരെ കണ്ടില്ലാത്ത ഇന്ന സ്പോട്ടിലുള്ള നമ്മൾ ഓടിച്ചാടി കയറിയെന്ന് അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നിലയ്ക്കും വായ കൊള്ളിൽ വൃത്തികേടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം. അതിനേക്കാൾ ഭേദം ഇവൻ ചെയ്യുന്നത് തന്നെയല്ലേ. ഇവൻ ആരോടും പാടത്ത് വന്ന് പുല്ല് തിന്നാൻ പറയുന്നുണ്ടോ? അവൻ പറയുന്നു, അവൻ്റെ കാര്യങ്ങൾ പറയുന്നു. നമ്മളോട് അത് ഇന്ന സ്പോട്ടാണ്, നിങ്ങൾ ഇവിടെ വന്ന് പുല്ല് കഴിക്കൂ, നിങ്ങളുടെ ആരോഗ്യം അങ്ങനെ വരും, നിങ്ങൾ വന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. നമ്മളെന്തായാലും അത് ചെയ്യാൻ പോകില്ല. ഹോട്ടലാണെങ്കിൽ നമ്മൾ ചാടി കയറി പോവും. കുഴിമന്തി, മറ്റേ മന്തി, മറിച്ച മന്തി, മറ്റേ വായ ഒതുങ്ങാത്ത കുറേ പേരൊക്കെ ഇട്ട് ഓരോരുത്തരും ഓരോ ദിവസം ഓരോ ഐറ്റം ഇറക്കുന്നു. നമ്മളത് ചാടി കയറി ആ സ്പോട്ടിൽ പോയി കഴിക്കുന്നു. ഇതെന്തിനാ? അതിനേക്കാളും നല്ലത് ഇവൻ ചെയ്യുന്ന, ഇവന് എങ്ങനെയെങ്കിലും അവൻ്റെ വീഡിയോ റീച്ച് ഉണ്ടാക്കണം. കാട്ടിക്കൂട്ടുമ്പോൾ എന്ത് ഭ്രാന്ത് കാട്ടിയാലും കാണും. എനിക്ക് അവനാവശ്യം ഇതിന് കാണുന്ന ആളുകൾ കൂടണം. അവന് എത്ര കിട്ടിയെന്ന് നോക്കും, അവൻ്റെ പണം കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് വിഡ്ഢികൾ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവൻ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ട് നമ്മൾ കമൻ്റ് ഇടുന്നു, അവൻ്റെ വീഡിയോ റീച്ച് കൂടുന്നു. അപ്പോൾ ശരിക്കും ആരാ വിഡ്ഢികൾ? നമ്മളല്ലേ.